الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا أيها الناس أوصيكم إياي أولا بتقوى الله ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ, സാരോപദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീക്ക് നൽകുന്ന അടിമകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതേത് ദമ്പതികളുടെയും ഒരു ആഗ്രഹമാണ് ഒരു കുഞ്ഞിക്കാല് എന്നുള്ളത്. ഒരു സന്താന ലബ്ധിക്ക് വേണ്ടി ഏതേത് ആളുകളും പ്രിയപ്പെട്ടവരെ ആഗ്രഹിക്കലുണ്ട്. ഹോസ്പിറ്റൽ വരാന്തകൾ കയറിയിറങ്ങുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ആളുകളെ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും കാണാൻ കഴിയുന്നത് മക്കളില്ലാതെ വിഷമിക്കുന്നവരും അതുപോലെ തന്നെ മക്കളുമായി ബന്ധപ്പെട്ട അത്തരം വിഷമങ്ങളും അത്തരം പ്രയാസങ്ങളുമൊക്കെ പരിഹരിക്കുന്നതിനും വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന സുന്ദരമായൊരു വചനം, നമുക്കൊക്കെ സുപരിചിതമായ ഒരു വാചകം കൂടിയാണ്. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ. സമ്പത്തും സന്താനങ്ങളും ഐഹിക ജീവിതത്തിൻ്റെ അലങ്കാരമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലെ മറ്റു ആയത്തുകളിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും, സമ്പത്തും സന്താനങ്ങളും പരീക്ഷണമായി വരുന്നവ, സമ്പത്തിനാലും സന്താനങ്ങളാലും നരകം വാങ്ങി കൂട്ടുന്നവർ,
അങ്ങനെ വ്യത്യസ്തമായ വാക്കുകൾ, വചനങ്ങൾ പരിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുടെ അടയാളം പറഞ്ഞ സ്ഥലത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഒരു സ്വഭാവ മഹിമയായി പറയുന്ന വാചകം, വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. അവർ പ്രാർത്ഥിക്കും, അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ. എന്താണ് അവരുടെ പ്രാർത്ഥന? അള്ളാഹുവേ, ഞങ്ങളുടെ ഇണയിലും സന്താനങ്ങളിലും കൺകുളിർമ പ്രദാനം ചെയ്യണമേ. മുത്തക്കികൾക്ക് ഇമാമായി, ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഇമാമായി, മാതൃകാ യോഗ്യരായി ഞങ്ങളെ മാറ്റണമേ എന്ന് അവർ പ്രാർത്ഥിക്കുമെന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, മക്കൾ ധാർമ്മിക മൂല്യങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്നിടത്തോളം കാലം, സ്വഭാവ മഹിമയുള്ളവരായി ജീവിക്കുന്നിടത്തോളം കാലം മാതാപിതാക്കൾക്കുള്ള സമ്പത്താണ് മക്കൾ എന്നുള്ളത്, മാതാപിതാക്കൾക്കുള്ള അനുഗ്രഹമാണ് മക്കൾ എന്നുള്ളത്. എന്നാൽ ഇന്നെൻ്റെ കാലഘട്ടത്തിൽ, ഇന്നെൻ്റെ സമൂഹത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ മാത്രം കണക്കുകളും റിപ്പോർട്ടുകളും പരിശോധിക്കുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, മക്കളാൽ പ്രയാസപ്പെടുന്ന, മക്കളാൽ കൊല്ലപ്പെട്ട, മക്കളാൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട, മക്കളാൽ നീറി ജീവിക്കുന്ന എത്രയെത്ര മാതാപിതാക്കളെയാണ് നമുക്ക് കാണാൻ കഴിയുക. എന്തിനാണ് ഈ വ്യക്തി കൊല്ലപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ മക്കളുടെ വിഷയത്തിൽ മക്കളാൽ ചവിട്ടിക്കൊന്ന, മക്കളാൽ തലയറുത്ത, മക്കളാൽ കടാര കുത്തിക്കയറ്റിയ എത്രയെത്ര വാർത്തകൾ ദൃശ്യശ്രവണ മാധ്യമങ്ങളിലൂടെ ഞാനും നിങ്ങളും കണ്ടിട്ടുണ്ട്. ഇന്നലെ ഒരു BA അറബിക്കിന് പഠിക്കുന്ന ഡിഗ്രിയിൽ അറബിക്ക് സബ്ജക്റ്റ് ചൂസ് ചെയ്ത ഒരു വിദ്യാർത്ഥിയുടെ വാർത്ത കേരളം ഏറ്റെടുത്തിരുന്നു. ആ വാർത്തയിൽ അവൻ പറയുന്നതും വാഗ്വാദം നടത്തുന്നതും മുറവിളി വിളിക്കുന്നതും, ആണും പെണ്ണും ഒത്തൊരുമിയിരുന്നാൽ എന്താണ് പ്രശ്നം? ആ ഒരു കലാലയത്തിലെ അധികൃതർ അത്തരം ഇമ്മോറൽ ആക്ടിവിറ്റികൾ കണ്ട സമയത്ത് അതിനെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചപ്പോൾ മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി, എനിക്ക് തോന്നിയതുപോലെ ജീവിക്കാനുള്ള അവസരം, എനിക്ക് സ്വാതന്ത്ര്യമായിട്ടുള്ള അവകാശങ്ങളുണ്ട്, ഒരാണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ ആകാശം ഇടിഞ്ഞു വീഴുകയൊന്നുമില്ലല്ലോ, ഒന്ന് ചിരിക്കാനോ കളിക്കാനോ വർത്തമാനം പറയാനോ ഞങ്ങൾക്ക് അവകാശമില്ല എന്ന് പറഞ്ഞ് അധാർമികമായ പ്രവർത്തനങ്ങളെ കലാലയങ്ങളിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു യുവതലമുറയുടെ സംസാരമാണ് ഇന്നലെയുടെ കേരളം, പ്രിയപ്പെട്ടവരെ, കണ്ടത്. 2024-ൻ്റെയും 2025-ൻ്റെയും കണക്കുകൾ കേരളത്തിൽ മാത്രം എടുക്കുമ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ 7.5 ലക്ഷത്തോളം ആളുകളാണ് മയക്കുമരുന്നിന് അഡിക്റ്റായി ജീവിക്കുന്നത്. 7 അല്ല 7.5 ലക്ഷത്തോളം ആളുകൾ. പ്രിയപ്പെട്ടവരെ, 10 വയസ്സിൻ്റെയും 17 വയസ്സിൻ്റെയും ഇടയിലുള്ള കണക്കുകളിൽ 75,000 ആളുകളാണ് പ്രായപൂർത്തിയാകാത്ത അൺറേജുകാരായിട്ടുള്ളവർ. പ്രായപൂർത്തിയാകാത്തവരിൽ 75,000 ആളുകൾ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ മാത്രം മയക്കുമരുന്നുകളുടെ ആ ഒരു താണ്ഡവത്തിൽ ആടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കണക്കുകൾ നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ ഇവിടെയാണ് ധാർമ്മികത നഷ്ടപ്പെട്ടു പോവുകയാണ്, അധാർമികത കൂപ്പുകുത്തുകയാണ് എന്ന് നമുക്ക് ബോധ്യമാവുക. ഇവിടെ നമ്മുടെ മക്കൾക്ക് കൃത്യമായിട്ടുള്ള മാതൃകായോഗ്യമായിട്ടുള്ള ജീവിതം ജീവിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തിട്ടില്ല എങ്കിൽ ഇനി വരുന്ന വർഷങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതിനും എത്രയോ അപ്പുറമായിരിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതമാവില്ല. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിൻ്റെ എത്രയോ വിദൂരത്ത് അധാർമിക പ്രവർത്തനങ്ങൾ ഈ കേരളത്തിൻ്റെ മണ്ണിലടക്കം കൂപ്പുകുത്തും. ഇന്ന് ദൃശ്യശ്രവണ മാധ്യമങ്ങളിലൂടെ നാം കേൾക്കുന്ന, കാണുന്ന, അറിയുന്ന വാർത്തകൾ നമ്മുടെ വീടിൻ്റെ ചുമരുകൾക്കുള്ളിൽ ഉണ്ടാവില്ല എന്ന് എന്തുറപ്പാണ് പ്രിയപ്പെട്ടവരെ നമുക്കുള്ളത്? അതുകൊണ്ട്
മക്കളെ നന്മയിലെത്തിക്കുവാനുള്ള ആ കൃത്യമായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നമ്മൾ പാലിച്ചേ മതിയാകൂ. അള്ളാഹുവിൻ്റെ ദീന് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. 1400 ചില്ലാന വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക്, ജസീറത്തുൽ അറബിലേക്ക് നിയോഗിതനായ ആ സമയത്ത് ആ സമൂഹത്തിൽ വൃത്തികെട്ട, മോശപ്പെട്ട, വൃത്തിഹീനമായിട്ടുള്ള പല പ്രവർത്തനങ്ങളും ആ രൂപത്തിലെ പ്രിയപ്പെട്ടവരെ നിറഞ്ഞു തുളുമ്പിയിരുന്നു എന്നുള്ളത് ചരിത്രാധ്യാപനങ്ങളിലൂടെ ഞാനും നിങ്ങളും മനസ്സിലാക്കിയതാണല്ലോ. ആ സമൂഹത്തെയാണ് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിവർത്തിപ്പിച്ചത്. ആ പ്രവാചകൻ മാർഗനിർദ്ദേശങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. എത്ര മോശപ്പെട്ട സമൂഹമാണെങ്കിലും അവരെ ഏറ്റവും സൽപാന്താവിലേക്ക് നയിക്കുവാനുള്ള മാർഗനിർദ്ദേശങ്ങൾ രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക് പ്രിയപ്പെട്ടവരെ അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന, നമ്മെ ഏറെ ഗൗരവത്തോടുകൂടി ചിന്തിപ്പിക്കേണ്ട ഒരു ഹദീസ്, സലാസു ദഅവാത്തിൻ യുസ്തജാബു ലഹുന്ന, 3 പ്രാർത്ഥനകൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തള്ളിക്കളയുകയില്ല എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. എങ്ങനെയാണെന്നറിയോ? പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രയോഗം, ലാ ശക്ക ഫീഹിന്ന, അത് ഒരിക്കലും തള്ളിക്കളയുകയില്ല. എന്നിട്ട് 3 വിഭാഗം പ്രാർത്ഥനകൾ അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ഒന്ന് ദഅവത്തുൽ മദ്ലൂമാണ്, ആക്രമിക്കപ്പെട്ടവൻ്റെ പ്രാർത്ഥനയാം, യാത്രക്കാരൻ്റെ പ്രാർത്ഥനയാണ്. പിന്നീട് അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് വദഅവത്തുൽ വാലിദി ലിവലദിഹി, തൻ്റെ മാതാപിതാക്കൾ തൻ്റെ സന്താനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ആ മക്കൾക്ക് എതിരായ പ്രാർത്ഥനയാണെങ്കിലും അത് അല്ലാഹു സ്വീകരിക്കുന്നതാണ്. എന്നാൽ മക്കൾക്ക് അനുകൂലമായ പ്രാർത്ഥനയാണെങ്കിലും അല്ലാഹു സ്വീകരിക്കുന്നതാണ്. ഇത് അല്ലാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാനിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരുടെ സ്വഭാവം പഠിപ്പിക്കവേ അവരുടെ പ്രാർത്ഥനയാണ്, അള്ളാഹുവേ ഞങ്ങളുടെ സന്താനത്തിലെ കൺകുളിർമ പ്രദാനം ചെയ്യണേ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ, ഞങ്ങളുടെ സന്താനങ്ങളിൽ കൺകുളിർമ പ്രദാനം ചെയ്യണേ. പ്രിയപ്പെട്ടവരെ, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുമോ? നമ്മുടെ മക്കൾ മോശപ്പെട്ടതിൻ്റെ പേരിൽ ഒരുപാട് വേദനകൾ നാം അനുഭവിച്ചിട്ടുണ്ടാകും. നമ്മുടെ എക്സ്പെക്റ്റേഷനുകൾക്കനുസരിച്ച് അവർ വളരാത്തതിൻ്റെ പേരിൽ പലരോടും ആശങ്കകൾ പങ്കുവച്ചിട്ടുണ്ടാകും. അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എങ്ങനെയാണെന്നറിയോ? പണ്ഡിതന്മാര് പഠിപ്പിക്കുകയാണ്, വാശി പിടിച്ച് കരയുന്നൊരു കുട്ടി അവൻ എന്തിനാണോ വാശി പിടിക്കുന്നത് ആ വസ്തു കിട്ടുന്നത് വരെ അവനവൻ്റെ കരച്ചിൽ നിർത്തുകയില്ല. അതുപോലെ പടച്ച റബ്ബിനോട് ആവശ്യം നിറവേറുന്നത് വരെ ആത്മാർത്ഥമായി ഉത്തരം കിട്ടുമെന്ന രൂപത്തിൽ പ്രാർത്ഥിക്കണമെന്ന പ്രവാചകന്മാർ അങ്ങനെയായിരുന്നു. പ്രിയപ്പെട്ടവരെ, 40 വയസ്സ് പൂർത്തിയായ ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയെ പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുകയാണ്, വഅസ്ലിഹി ലീ ഫീ ദുരിയതി, എൻ്റെ സന്തതികളിൽ നീ എനിക്ക് നന്മയുണ്ടാക്കി തരണേ. പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ പ്രാർത്ഥനയുണ്ടല്ലോ, വൈദ് ഖാല ഇബ്രാഹിമു റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, അല്ലാഹുവേ ഈ നാടിനെ നിർഭയത്വമുള്ള നാടാക്കി മാറ്റണേ നാഥാ. കഴിഞ്ഞോ പ്രിയപ്പെട്ടവരെ, ആർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണെന്നറിയോ? ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. വജുനുബിനി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, എന്നെയും എൻ്റെ കുടുംബത്തെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് കാക്കണേ നാഥാ, ഞങ്ങളെ രക്ഷിക്കണേ നാഥാ, ഞങ്ങൾ അതിൽ നിന്ന് അകറ്റണമേ നാഥാ.
ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ടവരെ, ആ ഖലീലുള്ളാന്റെ പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ വീണ്ടും എടുത്തു പറയുന്നുണ്ട്. റബ്ബി ജഅൽനി മുഖീമസ്സലാത്തി വമിൻ ദുർരിയതി. അല്ലാഹുവേ, നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നവരിൽ എന്നെ ഉൾപ്പെടുത്തണേ നാഥാ. അവിടെ നിർത്തിയില്ല, വമിൻ ദുർരിയതി, എൻ്റെ സന്താന പരമ്പരയെയും. പ്രിയപ്പെട്ടവരെ, മക്കളെ നമസ്കരിക്കാത്ത വിഷയത്തില്, മക്കൾ നമസ്കാരത്തിൽ അലസത കാണിക്കുന്ന വിഷയത്തില് പടച്ച റബ്ബിനോട് നമുക്ക് എത്രത്തോളം പ്രാർത്ഥിക്കാൻ സാധിച്ചിട്ടുണ്ട്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ സാധിച്ചിട്ടുണ്ട്. മക്കളുടെ വിഷയത്തില്, അധാർമികമായ പ്രവർത്തനങ്ങളില് അവർ ഏർപ്പെടുമ്പോൾ അതിൽ സങ്കടപ്പെടുന്ന നാം ആ നമസ്കാരം അവരുടെ ജീവിതത്തിൽ കൃത്യമായി, ക്രിയാത്മകമായി, സമയബന്ധിതമായി നിർവഹിച്ചാൽ ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. നിസ്കാരം എന്നുള്ളത് എല്ലാവിധ മ്ലേച്ഛവൃത്തികളിൽ നിന്നും തടയുന്നതാണ്. മക്കളെ നമസ്കാരം, ക്രിയാത്മകമായ നമസ്കാരം അവരിലുണ്ടെങ്കിൽ മ്ലേച്ഛമായ, വൃത്തിഹീനമായ, വൃത്തികെട്ട, മോശപ്പെട്ട പ്രവർത്തനങ്ങളിൽ നിന്ന് അവർ സ്വാഭാവികമായും രക്ഷപ്പെടുമെന്ന പ്രിയപ്പെട്ടവരെ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമ പ്രാർത്ഥിച്ചിരുന്നു. മക്കളെ കിട്ടാൻ വേണ്ടി ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കലുണ്ട്. 10 വർഷവും 20 വർഷവും മക്കളില്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകി മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന എത്രയെത്ര മാതാപിതാക്കളെ, എത്രയെത്ര ഭാര്യാഭർത്താക്കന്മാരെ, പ്രിയപ്പെട്ടവരെ നാം കണ്ടിട്ടുണ്ട്. എങ്ങനെയെങ്കിലും റബ്ബേ എനിക്കൊരു കുഞ്ഞിക്കാല് കാണിച്ചു തരണേ നാഥാ, എങ്ങനെയെങ്കിലും എനിക്കൊരു കുട്ടിയുണ്ടാകണേ നാഥാ. പ്രവാചകന്മാരുടെ പ്രാർത്ഥന അത്തരത്തിലുണ്ടായിരുന്നുവെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. പക്ഷേ അവരാരോഗ്യമുള്ള സന്താനത്തെ ലഭിക്കുന്നതോടൊപ്പം അവരാഗ്രഹിച്ചത് എന്താണെന്നറിയോ? സാലിഹായ ഒരു സന്താനത്തെ എനിക്ക് പ്രദാനം ചെയ്യണമേ. മക്കളില്ലാതെ വിഷമിച്ച നിമിഷങ്ങളിൽ പ്രാർത്ഥിച്ചവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. പക്ഷെ പ്രിയപ്പെട്ടവരെ, സാലിഹായ സന്താനത്തെ തരണേ എന്ന് നമ്മൾ എത്രത്തോളം പ്രാർത്ഥിച്ചിട്ടുണ്ട്? വൈവാഹിക ജീവിതത്തിൽ പോലും അല്ലാഹുമ്മ ജന്നിബിനാ, അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് അകറ്റേണമേ. എന്തിനെയാണ് അകറ്റേണ്ടത്? പിശാചിൻ്റെ പ്രവർത്തനങ്ങളെ ഞങ്ങളിൽ നിന്നും, ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും അകറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണല്ലോ പ്രിയപ്പെട്ടവരെ നാം, എന്ന് പ്രാർത്ഥിക്കുന്നവരാ നാം. ആ സ്വാലിഹായ സന്താനങ്ങളെ കിട്ടണമെന്ന് പ്രവാചകന്മാർ പ്രാർത്ഥിച്ചു. ഇപ്പോൾ സക്കരിയ നബി അലൈഹി ഇസ്ലാമയുടെ പ്രാർത്ഥന നമുക്ക് ഖുർആനിൽ കാണാം. ഖാല റബ്ബി ഹബ്ലിനി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബാ. ത്വയ്യിബായ നല്ലതായൊരു സന്താനത്തെ റബ്ബേ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ എന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയുടെ പ്രാർത്ഥന. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, സാലിഹായ സന്താനത്തെ പ്രദാനം ചെയ്യണം. നിരാശയില്ലാതെ, മടുപ്പില്ലാതെ പ്രാർത്ഥിച്ചപ്പോൾ അല്ല കൊടുത്ത സന്താനം ഏതാ പ്രിയപ്പെട്ടവരെ? ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമയ. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമയ അറുക്കണമെന്ന് പറഞ്ഞപ്പോ ഉപ്പ ഞാൻ ഒരുക്കാണ്, യാ അബതി ഇഫ്അൽ മാ തുഅ്മർ, ഉപ്പ എന്താണോ അല്ല കൽപ്പിച്ചത് അത് ചെയ്തു കൊള്ളുക എന്ന് പറയാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടല്ലോ. അതാണ് പ്രിയപ്പെട്ടവരെ സാലിഹ് എന്നുള്ള ആ സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം. മുൻഗാമികൾ, പ്രവാചകന്മാർ പ്രാർത്ഥിച്ചിരുന്നു. അതുകൊണ്ട് ആത്മാർത്ഥമായി നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് കഴിയണം നമ്മുടെ 5 വക്ത് നമസ്കാരങ്ങൾക്ക് ശേഷം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞ സന്ദർഭത്തിൽ വീട് ലഭിക്കാൻ വേണ്ടി, രോഗങ്ങളില്ലാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം പടച്ച റബ്ബേ എൻ്റെ സന്താനം എനിക്ക് കൺകുളിർമ പ്രദാനം ചെയ്യുന്ന സന്താനമാകണേ എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. മുൻഗാമികൾ അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു എന്ന ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് കണ്ണ് കാണില്ലായിരുന്നു നാം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് കണ്ണ് കാണില്ലായിരുന്നു നാം. അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടിയത് എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രം പരിശോധിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയും. ആ പ്രാർത്ഥനകൾക്ക് ഏറെ ഫലമുണ്ട്, ഏറെ ഉത്തരം ലഭിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല.
രണ്ടാമത്തത് മക്കൾക്ക് മാതൃകയാകണം. അൽ അബ്നാഉ സിർറു അബീ എന്ന വല്ലാത്തൊരു വാചകമാണ്. അൽ അബ്നാഉ സിർറു അബീ. എന്താ പ്രിയപ്പെട്ടവരെ? മാതാപിതാക്കൾ, മക്കൾ അവരുടെ മാതാപിതാക്കളുടെ രഹസ്യമാണ്. മക്കൾ അവരുടെ മാതാപിതാക്കളുടെ രഹസ്യമാണ്. എന്താ വാക്കുകൊണ്ടുള്ള ഉദ്ദേശം? മാതാപിതാക്കൾ എന്താണോ അതാണ് മക്കളിൽ പ്രത്യക്ഷമാവുക. മാതാപിതാക്കൾ എന്താണോ അതാണ് മക്കളിൽ പ്രത്യക്ഷമാവുക. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, മാ മിൻ മൗലൂദിൻ ഇല്ലാ യൂലദു അലൽ ഫിത്റ. ഏതൊരു കുട്ടി ജനിക്കുന്നതും ശുദ്ധ പ്രകൃതിയിലാണ്. അതായത് ഇസ്ലാമിൻ്റെ മുഴുവൻ ഇസ്സത്തോടുകൂടി, ഇസ്ലാമിൻ്റെ മുഴുവൻ ആ പൂർത്തീകരിക്കപ്പെട്ട രൂപത്തിലാണ് ഏതേത് കുട്ടിയും ഈ ഭൂമി ലോകത്തേക്ക് ഭൂജാതനാകുന്നത്. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞതെന്താ? ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. അവൻ്റെ മാതാപിതാക്കളാണ് അവനെ യഹൂദിയാക്കുന്നത്, അവൻ്റെ മാതാപിതാക്കളാണ് അവനെ നസ്റാനിയാക്കുന്നത്, അവൻ്റെ മാതാപിതാക്കളാണ് അവനെ അഗ്നി ആരാധകനാക്കുന്നത്, മജൂസിയാക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഉദാഹരണം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു മൃഗം, ആ മൃഗത്തിൻ്റെ കുഞ്ഞിനെ പ്രസവിച്ച് ഈ ഭൂമി ലോകത്തേക്ക് പിറന്ന് ആ കുഞ്ഞ് വീഴുമ്പോൾ ആ കുഞ്ഞിന് യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല. പിന്നീട് മനുഷ്യരാണ് അവൻ്റെ ചെവി മുറിക്കുന്നതും കാല് മുറിക്കുന്നതും അതിനെ പല രൂപത്തിലുള്ള കോലങ്ങൾ ഉണ്ടാക്കുന്നതും. അതുപോലെയാണ് മനുഷ്യൻ്റെയും അവസ്ഥ. അവനെ അധാർമികതയിലേക്ക് നയിക്കുന്നതിൽ ആ മാതാപിതാക്കൾക്ക് വലിയ പ്രസക്തിയുണ്ട് എന്ന് നമ്മെ പഠിപ്പിക്കുമ്പോൾ, മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചു തരുന്ന ഒരു വാചകമുണ്ട്. പ്രിയപ്പെട്ടവരെ, എത്ര ഗൗരവത്തോടുകൂടി ആ വാചകത്തെ ഞാനും നിങ്ങളും കാണണമെന്നറിയോ? എത്രയെത്ര മാതാപിതാക്കളാണ് അവരെ മക്കളെ കേടുവരുത്തിയത്, അവരെ മക്കളെ മോശപ്പെട്ട രൂപത്തിലാക്കിയത്. അവർ പറയും, ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത് അവരുടെ നന്മക്ക് വേണ്ടിയിട്ടാം, ഇങ്ങനെയൊക്കെ നിർവഹിച്ചത് അവരുടെ നന്മക്ക് വേണ്ടിയിട്ടാം. പക്ഷേ മഹാനായ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, അത് വെറും വിഡ്ഢിത്തമുള്ള വാക്കാ, അത് വെറും പൊട്ടത്തരമായിട്ടുള്ള വാക്കാണ്. വകം മിമ്മൻ അഷ്ഖാ വലദഹു വഫിൽദത കബ്ദിഹി ഫിദ്ദുനിയ വൽ ആഖിറ ബിഇഹ്മാലിഹി വതർകി തഅദീബിഹി വഇആനതിഹി ലഹു അലാ ശഹവാതിഹി. എത്രയെത്ര മാതാപിതാക്കൾ അവരുടെ പ്രിയപ്പെട്ട മക്കളുടെ കാര്യത്തിൽ അലസത കാരണത്താൽ, മര്യാദകൾ പഠിപ്പിക്കാത്തത് കാരണത്താൽ എല്ലാ ഇച്ഛകൾക്കും ഈ ആനത്തിഹി, എല്ലാവിധ ഇച്ഛകൾക്കും സഹായം നൽകിക്കൊണ്ട് ഇഹലോകത്തും പരലോകത്തും അവരെ ദൗർഭാഗ്യവാന്മാരാക്കി മാറ്റിയത്. എത്രയെത്ര മക്കളാ ദൗർഭാഗ്യവാന്മാരായി മാറിയത്. ഇഹലോകത്തും അവർ വിജയിച്ചില്ല, പരലോകത്തും അവർ വിജയിച്ചില്ല. അതിന് കാരണക്കാരാരാ? മാതാപിതാക്കളാണ് എന്ന് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയാം. അവർക്ക് ദുനിയവിയായ സൗകര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ടല്ല, അവരുടെ ഏതേത് ഇച്ഛകൾക്കും ഏതേത് കാരണങ്ങൾക്കും കൂട്ടുനിന്നു. അതിന് ഏറ്റവും മാതൃകയായി മാറിയത് രക്ഷിതാക്കളായി മാറി. മഹാനായ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അല്ലിമു ഔലാദകും അസ്സിദ്ഖ ബിൽ ഖൗലി വൽ ഫിഅൽ. നിങ്ങൾ നിങ്ങളുടെ മക്കളെ സംസാരത്തിലും പ്രവൃത്തിയിലും സത്യസന്ധത പഠിപ്പിക്കണം, സത്യസന്ധത പഠിപ്പിക്കണം. എന്നിട്ട് അദ്ദേഹം പറയാ, ഫഇദാ ഹദ്ദസ്തുമൂഹും, നിങ്ങൾ അവരോട് സംസാരിക്കുകയാണെങ്കിൽ ഫലാ തുകദ്ദിബൂ അലൈഹിം, നിങ്ങൾ അവരോട് കളവ് പറയാൻ പാടില്ല. വഇദാ വഅത്തുമൂഹും, നിങ്ങൾ അവരോട് കരാർ പാലിച്ചാൽ ഫലാ തുഖാലിഫൂ വഅദകും, ആ കരാർ നിങ്ങൾ ലംഘിക്കാൻ പാടില്ല എന്നാ. പ്രിയപ്പെട്ടവരെ, അത് 1 രൂപയുടെ മുട്ടായിയുടെ വിഷയത്തിലാണെങ്കിൽ പോലും തരാമെന്ന് പറഞ്ഞത് കൊടുക്കാതിരിക്കരുത്. കളവ് പറഞ്ഞ് മക്കളെ പല കാര്യങ്ങൾക്കും നാം പ്രേരിപ്പിക്കരുത്. ഇന്നത് ചെയ്താൽ ഇന്നത് മേടിച്ചു തരാമെന്ന് പറഞ്ഞ് എത്രയെത്ര മാതാപിതാക്കളാണ് മക്കളെ കബളിപ്പിക്കുന്നത്. എത്ര ഗൗരവമാണെന്നറിയോ? അല്ലിമു ഔലാദകും അസ്സിദ്ഖ ബിൽ ഖൗലി വൽ ഫിഅൽ.
സംസാരത്തിലും പ്രവൃത്തിയിലും സത്യസന്ധത പഠിപ്പിക്കണം. എങ്ങനെയാ പഠിപ്പിക്കേണ്ടത്? നിങ്ങൾ അവരോട് സംസാരിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല സംസാരം സംസാരിക്കുക. നിങ്ങൾ കരാറ് പാലിച്ചാൽ ആ കരാറ് ലംഘിക്കാതെ ഏറ്റവും മാന്യമായ രൂപത്തിൽ ആ കരാറ് പൂർത്തിയാക്കുക എന്ന് പ്രിയപ്പെട്ടവരെ നമ്മെ പഠിപ്പിക്കുകയാണ്. മഹാനായ ഉത്ബത്ത് ബിൻ അബീ സുഫിയാൻ റഹ്മത്തുള്ളാഹി അലൈഹി മക്കളെ മര്യാദ പഠിപ്പിക്കുന്നവരോട്, മക്കളെ നന്മയിൽ വളർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഉപദേശം നൽകുന്നുണ്ട്. എന്താണെന്നറിയോ ഉപദേശം? ലയകുൻ അവ്വല ഇസ്ലാഹിക ലിവലദിക ഇസ്ലാഹുക ലിനഫ്സിക. അതെ, നീ നിന്റെ സന്താനത്തിലെ ഇസ്ലാഹ് കാണണമെന്ന്, നന്മ കാണണമെന്ന്, ധാർമ്മികമായ പാന്താവിലൂടെ സഞ്ചരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ ആദ്യം ചെയ്യേണ്ടത് ഇസ്ലാഹുക ലിനഫ്സിക, നീ നിന്റെ ശരീരത്തെ, നീ നിന്റെ ജീവിതത്തെ മനോഹരമാക്കുക എന്നുള്ളതാ. പ്രിയപ്പെട്ടവരെ, നാം ഖുർആൻ ഓതുന്നവരാണെങ്കിലാണ് മക്കളെ ഖുർആൻ ഓതാൻ നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. നമ്മൾ കൃത്യമായി അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന ആ സുബ്ഹി ബാങ്കിന്റെ ആ ബാങ്കുലികൾ പള്ളി മിനാരങ്ങളിൽ നിന്ന് കേട്ടത് മുതൽ നമ്മുടെ വീടകങ്ങളിൽ നിന്ന് കൂരിരുട്ടുള്ള സമയത്ത് ആ പള്ളിയിലേക്ക് ജമാഅത്തിന് വരുന്നവരാണെങ്കിലാണ് ആ മക്കളോട് നമസ്കാരം മുറപ്രകാരം നിർവഹിക്കാൻ നമുക്ക് ആവശ്യപ്പെടാൻ കഴിയുക. നമ്മൾ ഇസ്ലാമികമായ വസ്ത്രധാരണങ്ങളും സംസ്കാരങ്ങളും കൃത്യമായി, വ്യക്തമായി, പരിപൂർണമായി പാലിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ മാത്രമാണ് മക്കളോട് പ്രിയപ്പെട്ടവരെ നമുക്കത് പ്രാവർത്തികമാക്കാൻ പറയാൻ സാധിക്കുകയുള്ളൂ. എന്നിട്ട് അദ്ദേഹം പറയുന്ന വാക്കെന്താണെന്നറിയോ? അതാണ് നാം ഏറെ ചിന്തിക്കേണ്ടത്. ഉയൂനഹും മഅഖൂദത്തുൻ ബിക, അവരുടെ ഇരു കണ്ണുകളുമുണ്ടല്ലോ അത് നിന്നിലാണ്. നിന്റെ പ്രവൃത്തി എന്താണ് എന്നാണ് അവർ നോക്കുക, നിന്റെ വാക്കെന്താണെന്നല്ല. വൽ ഫൽ ഹസനു ഇൻദഹും മാ സനഅത വൽ കബീഹു ഇൻദഹും മാ തറക്ത. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മയുണ്ടോ അത് നീ പഠിപ്പിച്ചു കൊടുത്ത നന്മയാണ്. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തിന്മയുണ്ടോ അത് നിന്നിൽ നിന്ന് ഉൾത്തിരിഞ്ഞു വന്ന തിന്മയാണ് എന്ന് പ്രിയപ്പെട്ടവരെ മഹാരഥന്മാരായ പണ്ഡിതന്മാരെ നമ്മെ പഠിപ്പിച്ചു തരുമ്പോൾ കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള, മക്കൾക്ക് കൃത്യമായിട്ടുള്ള തർബിയത്ത് നൽകാൻ നമുക്ക് കഴിയണം. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് നമ്മൾ പറയലുണ്ട്. ചെറിയ പ്രായം മുതലേ മക്കൾക്ക് കൃത്യമായി തർബിയത്ത് നൽകണം. അല്ലാഹുവിൻ്റെ റസൂലെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ, അവരിൽ ഒരാൾ സക്കാത്തിൻ്റെ വിഹിതമായ ഈത്തപ്പഴത്തിൽ നിന്ന് കളിച്ചുകൊണ്ടിരിക്കവേ ഒരു ഈത്തപ്പഴം കഴിച്ച സമയത്ത് റഹ്മാനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമയായിട്ടുള്ള പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ഭൂമി ലോകത്തിലെ മുഴുവൻ ആളുകൾക്കും റഹ്മത്താ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. താങ്കളുടെ സ്വഭാവമെങ്ങാനും പരുഷമാണെങ്കിൽ റസൂലേ താങ്കളോടൊപ്പം ആരും ഉണ്ടാവില്ലായിരുന്നു എന്ന് ഖുർആൻ പറഞ്ഞതാ. അത്രയും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാ പ്രവാചകൻ. തൻ്റെ ശരീരം വേദനിപ്പിച്ചവരോടടക്കം പുഞ്ചിരിയിൽ മറുപടി കൊടുത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മക്കളോട് പ്രതികരിച്ച പ്രതികരണം എങ്ങനെയെന്നറിയോ? തുപ്പണം, അത് വലിച്ചെറിയണം. എന്നിട്ട് അതിൻ്റെ കാരണം കൂടിയും അള്ളാഹുവിൻ്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അറിയില്ലയോ അമാ ശഅർത അല്ലാ നഅകുല സദഖ, സക്കാത്തിൻ്റെ വിഹിതത്തിൽ നിന്ന് ഭക്ഷിക്കാൻ പാടില്ല എന്ന് അറിയില്ലയോ മക്കളെ എന്ന് ചിരിച്ച് കളിച്ച് ഓടിച്ചാടി കളിക്കുന്ന ചെറുപ്രായത്തിലെ ആ പേരമക്കളോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായ തർബിയത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രവാചകന് കൊടുക്കാൻ കഴിയുമായിരുന്നു. കാരണം ജീവിതത്തിലെ നന്മകളെ ശിരസാ വഹിക്കുന്നതിലും തിന്മകളെ വെടിയുന്നതിലും പ്രവാചകൻ കാണിച്ച കണിശതയും സ്വഹാബത്ത് കാണിച്ച കണിശതയും അത് അതീവ ശ്രദ്ധയോടുകൂടി പ്രിയപ്പെട്ടവരെ നാം പഠിക്കേണ്ടതുണ്ട്. ഇപ്പോൾ സ്വർണം ധരിക്കൽ പുരുഷന്മാർക്ക് ഹറാമാണ്. ഈ ഹറാം എന്നുള്ള ആ ഒരു നിയമം ഇറങ്ങിയത് അറിയാത്തൊരു സഹാബി ഇറങ്ങിയ സമയത്ത് ഒരു സ്വർണത്തിൻ്റെ മോതിരം പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിയുടെ കയ്യിൽ കാണുക. അറിയില്ലായിരുന്നു സഹാബിക്ക് ഇത് ഹറാമാണെന്ന്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, നരകത്തിൻ്റെ വളയമാണോ നീ ധരിക്കുന്നത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുചരന്മാരോട് ഏറെ പ്രിയമുള്ള, ഏറെ ഇഷ്ടമുള്ള, ഏറെ അലിവുള്ള ആ പ്രവാചകൻ അതെടുത്ത് വലിച്ചെറിയുക. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോയി. ഒരു സ്വഹാബത്ത് പറയേണ്ട അത് എടുത്തൂടെ,
അതെടുക്കാം, അത് ഉപയോഗിക്കാം, മറ്റു പല കാര്യങ്ങൾക്കും അത് ഉപയോഗിക്കാം. ധരിക്കലല്ലയോ ഹറാം? സഹാബി വര്യം പറഞ്ഞൊരു വാക്കുണ്ട്, വഖദ് തറഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതെൻ്റെ പ്രവാചകൻ വലിച്ചെറിഞ്ഞതാ. വല്ലാഹി ലാ ആഖുദുഹു അബദാ, ഞാനത് ഒരിക്കലും എടുക്കൂല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ജീവിതത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ട് ജീവിച്ച ആ സഹാബത്തിനും പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുമൊക്കെ മക്കളോട് ഇത്തരത്തിൽ പറയാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാ. നമുക്കൊക്കെ ബാധ്യതയുണ്ട്. കുല്ലുക്കും റായിൻ കുല്ലുക്കും മസ്ഊലിൻ അൻ റഅയതിഹി. റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കും. ഒരു രാജാവ് തൻ്റെ ജനങ്ങളോട് പറയുന്നത് പോലെ, ഒരു യോദ്ധാവ് തൻ്റെ ഭടന്മാരോട് പറയുന്നത് പോലെ, പ്രിയപ്പെട്ടവരെ, മക്കൾക്ക് തർബിയത്ത് കൊടുക്കാൻ നമുക്ക് കഴിയണം. തല്ലലും തലോടലുമായി സ്നേഹത്തോടെയുള്ള ആവശ്യമുള്ള സമയത്ത് ആവശ്യമായ കാര്യങ്ങൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. അതിൽ നാം പേടി വയ്ക്കരുത്. മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറുഹു ബിയദിഹി. ഒരു മോശപ്പെട്ട കാര്യം കണ്ടാൽ കൈകൊണ്ട് തടയേണ്ടത് തടയണം. ഫഇല്ലം യസ്തതി' ഫബിലിസാനി. അതിന് സാധിക്കുന്നില്ല എങ്കിൽ നാവ് കൊണ്ട് കഴിയണം. ഫഇല്ലം യസ്തതി' ഫബിഖൽബിഹി. അതിനും സാധിക്കുന്നില്ല എങ്കിൽ ഹൃദയം കൊണ്ടെങ്കിലും വെറുക്കണം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാ. നമ്മുടെ മക്കളുടെ വിഷയത്തിൽ ഹൃദയം കൊണ്ട് വെറുക്കാവുന്നൊരു അവസ്ഥയല്ല പ്രിയപ്പെട്ടവരെ ഉള്ളത്. തിരുത്തേണ്ടത് തിരുത്തിയും, സ്നേഹിക്കേണ്ടടുത്ത് സ്നേഹിച്ചും, തല്ലേണ്ടടുത്ത് തല്ലിയും, തലോടേണ്ടടുത്ത് തലോടിയും തന്നെയാണ് നമ്മുടെ വീടകങ്ങളിലൊക്കെയുള്ള തർബിയത്ത് പ്രിയപ്പെട്ടവരെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതിച്ചിട്ട് പലപ്പോഴും പല രക്ഷിതാക്കളുടെയൊക്കെ സ്വഭാവം ഫിലമെൻ്റ് പൊട്ടിയ ബൾബ് പോലെ. മക്കളോടെന്തോ പേടിപ്പിക്കുന്ന ടൂളുകളായിട്ട് നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തിരുത്തണം. മഹാനായ പ്രവാചകൻ നൂഹ് നബി അലൈഹിസ്സലാമയുടെ ആ ചരിത്രം പറയുന്നിടത്ത് 900 വർഷക്കാലത്തോളം നൂഹ് നബി അലൈഹിസ്സലാമ പ്രിയപ്പെട്ടവരെ ജീവിച്ചിട്ടുണ്ടല്ലോ. ആ 900 വർഷക്കാലം ആ ഒരു സമൂഹത്തിൻ്റെ ആയുസ് അത്തരത്തിലായിരുന്നു. ഏകദേശം ആ മകനും ജീവിച്ചിട്ടുണ്ടാവും. ഒരുപാട് തവണ പറയുന്നുണ്ട് മകനോട്, ഒരുപാട് തവണ. അവസാന സമയത്ത് പോലും മകനെ വിളിക്കുന്ന വിളിയെന്താ? മലയോളം ആ വെള്ളം ഇങ്ങനെ പൊന്തി നിൽക്കുന്ന സമയത്ത്, യാ ബുനയ്യ ഇർകബ് മഅനാ, ഏ പൊന്നുമോനെ ഞങ്ങളോടൊപ്പം കയറൂ, ഞങ്ങളോടൊപ്പം വരൂ. അവസാന സമയത്ത് പോലും 900 വർഷക്കാലം വിളിച്ചിട്ട് പോലും ആ മകനോടുള്ള നിലപാട്, ആ നിലപാടാണ് പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ ഉണ്ടാകേണ്ടത്. ഖുർആൻ പറയുന്നുണ്ട്, ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസന. നിങ്ങൾ അല്ലാഹുവിലേക്ക് ക്ഷണിക്കേണ്ടത് ബിൽ ഹിക്മതി വൽ മൗഇലത്തിൽ ഹസന, ഹിക്മത്തോട് കൂടിയിട്ടാണ്. ധാർമ്മിക ബോധം മക്കളിൽ വളർത്തൽ പ്രിയപ്പെട്ടവരെ ഹിക്മത്തോട് കൂടിയിട്ടാകണം. ഹിക്മത്തില്ലാതെയുള്ള വളർത്തൽ അത് വിജയിക്കൂല. 50 വയസ്സുകാരനോട് പറയേണ്ട രൂപത്തിൽ 20 വയസ്സുകാരനോട് പറയാൻ പറ്റൂല. 14 വയസ്സുകാരനോട് പറയേണ്ട രൂപത്തിൽ 6 വയസ്സുള്ളവനോട് പറയാൻ പറ്റില്ല. അതാണ് ഹിക്മത്ത്. ആ ഹിക്മത്ത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എന്നെന്നും പാലിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീക്ക് നൽകുന്ന അടിമകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഉസ്സികും ഇയായ സാനിയം ബിത്തഖ്വല്ലാഹ്. ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീക്ക് നൽകുന്ന അടിമകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിൽ നാളെ കുടുംബസമേതം സ്വർഗത്തിൽ പോകുന്ന ഒരു കാഴ്ചയെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം. സന്താനങ്ങളും പിതാക്കന്മാരും മാതാക്കളും ഇണകളും എല്ലാവരും ഒരുമിച്ച് ആ സ്വർഗത്തിൽ പോകുന്ന സുന്ദരമായ കാഴ്ച. ആ കാഴ്ച പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബത്തിലും ഉണ്ടാകണം. എന്തിനാണ് മക്കളെ നന്മയിലേക്ക് നയിക്കാൻ ഞാൻ പരിശ്രമിക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള
ഏറ്റവും വലിയ ഉത്തരം അത് തന്നെയാണ്. ഇതൊരു ഇബാദത്താണ്. മക്കളെ നന്മയിലെത്തിക്കുക എന്നുള്ളത് ഒരു ആരാധനയാണ് പ്രിയപ്പെട്ടവരെ. നിസ്കരിക്കുന്ന പോലെ, നോമ്പ് നോൽക്കുന്ന പോലെ, സകാത്ത് കൊടുക്കുന്നത് പോലെയുള്ള ഒരു ആരാധനയാണ്. നമ്മുടെ മേൽ അള്ളാഹ് പറഞ്ഞൊരു കൽപ്പനയാണ്. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നിങ്ങൾ സ്വശരീരത്തെയും കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമെന്നുള്ളത് നമ്മോടുള്ള കൽപ്പനയാണ്. ഈ ഇബാദത്താണ്. ആ ഇബാദത്ത് നാം നിറവേറ്റുമ്പോൾ കുടുംബസമേതം സ്വർഗത്തിൽ പോകാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യാഘാതം എന്താ അറിയോ? നമ്മൾ കാരണം നമ്മുടെ മക്കൾ തിന്മയുടെ പാതയിലേക്ക് എത്തിയാൽ അതിൻ്റെ കുറ്റം കൂടി പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ ഖബറിൽ കിടന്ന് അനുഭവിക്കേണ്ടി വരും. നമ്മുടെ ഖബറിൽ കിടന്ന് നാം അനുഭവിക്കേണ്ടി വരും. നമ്മൾ കാരണം അവർ മോശപ്പെട്ട പ്രവർത്തനത്തിലെത്തിയാൽ. ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് മക്കളെ നന്മയിലെത്തിക്കാനുള്ള ഏതേത് മാർഗങ്ങളുണ്ടോ ആ മാർഗങ്ങൾ പ്രിയപ്പെട്ടവരെ നാം സ്വീകരിച്ചേ മതിയാകും. അൽഹംദുലില്ലാഹ്, അള്ളാഹിൻ്റെ തൗഫീഖ് കൊണ്ട് നമ്മുടെ ഈ ഒരു പള്ളിയുമായി കേന്ദ്രീകരിച്ച് നമ്മുടെ ഈ മണ്ഡലത്തിൽ വിദ്യാർത്ഥികൾക്ക് കൃത്യമായ ധാർമ്മിക ബോധം നൽകുക എന്ന ലക്ഷ്യത്തിൽ അൽവാൻ എന്നുള്ളൊരു ക്യാമ്പ് പ്രിയപ്പെട്ടവരെ ഈ ശനിയാഴ്ച നടക്കാനിരിക്കുകയാണ്. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വ്യത്യസ്തമായ സെക്ഷനോട് കൂടിയിട്ട്, വ്യത്യസ്തമായ പ്രോഗ്രാമുകളോട് കൂടിയിട്ട്, നല്ല പ്ലാനിങ്ങോട് കൂടിയിട്ടുള്ള ഒരു പ്രോഗ്രാം. അത് നമ്മൾ പറയുന്നതിനേക്കാൾ എത്രയോ മനോഹരമായി അവരുടെ ഹൃദയങ്ങളെ തൊട്ടറിയുന്ന രൂപത്തിൽ പറയാൻ കഴിയുന്ന നല്ല നല്ല ഫാക്കൽറ്റികളും നല്ല നല്ല സംസാര വൈഭവമുള്ളവരുടെയും ഒരു പ്രോഗ്രാം. നമ്മുടെ മക്കളെ അതിലേക്ക് എത്തിക്കണം. എന്തിനെന്ന് ചോദിച്ചാൽ അതിൽ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ അങ്ങനെയുള്ളതാണ്. അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ആ പ്രോഗ്രാം പ്രിയപ്പെട്ടവരെ ഉപകരിക്കും, ഒരു സംശയവുമില്ല. അവർക്ക് കൃത്യമായ ഇബാദത്തുകൾ ആസ്വാദനത്തോടു കൂടി അവർ നിർവഹിക്കട്ടെ. അതിന് സാധിക്കും. മക്കളാൽ കൊല്ലപ്പെടുന്ന, മക്കളാൽ മൃഗീയമായി ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന രക്ഷിതാക്കൾക്ക് മോചനം കിട്ടണം. അതിന് ഉപകരിക്കും പ്രിയപ്പെട്ടവരെ. ആ ഒരു ചിന്തയോട് കൂടിയിട്ട് തന്നെ അതിൻ്റെ ഒരു രജിസ്ട്രേഷൻ മറ്റുമൊക്കെ ഇവിടെ ഉണ്ട്. ഹൈസ്കൂൾ പ്രായം മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള മക്കളെ, അത് പെൺകുട്ടിയാകട്ടെ ആൺകുട്ടിയാകട്ടെ, ആ ഒരു അൽവാൻ എന്ന പ്രോഗ്രാമിലേക്ക് എത്തിക്കും. എന്ത് തിരക്കുണ്ടെങ്കിലും അതിനേക്കാളൊക്കപ്പുറം നമ്മുടെ സ്വർഗ്ഗം നരകമാണല്ലോ പ്രിയപ്പെട്ടവരെ. അത് ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ഒരു പ്രോഗ്രാമിൻ്റെ കാര്യം ഏറ്റവും ശ്രദ്ധയോടുകൂടെ തന്നെ, ഏറ്റവും ഗൗരവത്തോടുകൂടെ തന്നെ നിങ്ങളൊക്കെ എടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിലും കേട്ടതിലും ഒക്കെ ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന കുറേ ആളുകൾ നാഥനങ്ങളുടെയൊക്കെ കൂട്ടത്തിലുണ്ട്. ശിഫ പ്രദാനം ചെയ്യണേ അല്ലാ. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന കുറേ ആളുകൾ, അല്ലാഹുവേ പരിഹാരമേകണേ അല്ലാ. ദീന് പഠിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ ഇണകളിലും സന്താനങ്ങളിലും കൺകുളിർമ പ്രദാനം ചെയ്യണേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوة ويقضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.